ഇന്നത്തെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന റോയൽ ലയൺസ് ക്ലബിൻ്റെ പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ ലയൺ സുധീഷ് ബാബു, നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായ അതിഥി MJF ലയൺ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അലക്സ് കുര്യാക്കോസ്, ഇന്നത്തെ കഥാനായകനായ രാജ്യത്തിൻ്റെ സൈന്യാധിപനായിരുന്ന കേണൽ RG നായർ, ലയൺ അജികുമാർ, ലയൺ സെലീന, നമ്മുടെ ക്ലബിൻ്റെ അഭിമാന നക്ഷത്രമായ PMJF ലയൺ അഡ്വക്കേറ്റ് RB ബിജു, MJF ലയൺ ഷാനവാസ്, ലയൺ വിജയലക്ഷ്മി സുരേഷ്, നമ്മുടെ ഏറ്റവും അഭ്യുന്നതരായ ചാർട്ടർ മെമ്പേഴ്സായ ലയൺ R പ്രസാദ് ചന്ദ്രൻ, ലയൺ PK മോഹൻദാസ്, ഇവിടെ കൂടിയിരിക്കുന്ന ലയൺ നേതാക്കളെ, പ്രിയമുള്ള റോയൽ കുടുംബാംഗങ്ങളെ, ഇത്രയും ഓർമ്മിച്ച് പറഞ്ഞതിൽ നിന്ന് ഇനിയും ഒരു പരീക്ഷ എഴുതിയാൽ ജയിക്കുമെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ചാർട്ടർ പ്രസിഡന്റിന് എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നമ്മുടെ മഹാകവിത്രയം എന്ന് പറയുമ്പോൾ കുമാരനാശാനും ഉള്ളൂരും വള്ളത്തോളുമാണ്. ഇതിൽ കുമാരനാശാൻ മഹാകാവ്യം എഴുതിയിട്ടില്ല. മഹാകാവ്യം എഴുതാതെയാണ് കുമാരനാശാൻ മഹാകവിയായത് എന്ന് പതിച്ചു കൊടുക്കുകയായിരുന്നു. ഇവിടെ എലക്ഷന് നിൽക്കാതെയും നോമിനേഷൻ കൊടുക്കാതെയും ഗവർണർ പദവിയിൽ എന്നുമുള്ള ആളാണ് നമ്മുടെ പ്രിയങ്കരനായ ചാർട്ടർ പ്രസിഡന്റ് കേണൽ RG. അത് നിങ്ങൾ ഏറെക്കുറെ സമ്മതിക്കുന്നു എന്നാണ് ഇവിടെ കിട്ടിയ ഏറെക്കുറെ കയ്യടിയിൽ നിന്ന് മനസ്സിലായത്. പൂർണ്ണമായി സമ്മതിക്കുന്നുവെങ്കിൽ, കാരണം അദ്ദേഹത്തിന്റെ ആ നേതൃത്വവും ചുറുചുറുക്കും. അദ്ദേഹത്തിന് 70 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. 80 കഴിഞ്ഞില്ല എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ അദ്ദേഹത്തിന്റെ ചുറുചുറുക്ക് കൊണ്ട് 15 വയസ്സ് കുറച്ചു കൊടുത്തിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ വളരെ പക്വമതികളായ ചാർട്ടർ മെമ്പർമാർ ശ്രീ പ്രസാദ് ചന്ദ്രൻ സാറും ശ്രീ മോഹൻദാസ് സാറും ഒക്കെ നമുക്കൊരു ആവശ്യമാണ്. ഇവിടെ പറഞ്ഞുവല്ലോ, എന്താണ്, എ ലീഡർ ഈസ് വൺ ഹു നോസ് ദ വേ, ഷോസ് ദ വേ ആൻഡ് ഗോസ് ദ വേ. ഇതൊക്കെ ചെയ്യുന്നവരാണ് ഇവർ 3 പേരും. അതുകൊണ്ട് അവരുടെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ന്യൂ ഇയർ സന്ദേശമാണ്, അതുപോലെ ക്രിസ്മസ് സന്ദേശമാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതെനിക്ക് തന്നെ തന്നിട്ട് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു, സാർ 2 കാര്യങ്ങളുണ്ട്, ന്യൂ ഇയറും ഉണ്ട് ക്രിസ്മസും ഉണ്ട്, അതുകൊണ്ട് സാറിന് 5 മിനിറ്റ് എടുക്കാം. പിന്നെ വേണമെങ്കിൽ സാറിന്റെ ഇഷ്ടം പോലെ, അവരുടെ ഇഷ്ടം പോലെ. ക്രിസ്മസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ക്രിസ്മസിന്റെ. 3 മലമുകളിൽ വളർന്ന 3 വൃക്ഷങ്ങൾ, ഒരു മലയുടെ മുകളിൽ നിന്ന 3 വൃക്ഷങ്ങൾ, പരസ്പരം തൊട്ടൊരുമി നിൽക്കുന്ന 3 വൃക്ഷങ്ങൾ ബോറടിച്ചപ്പോൾ സംസാരിച്ചു തുടങ്ങി. അതിലൊരു വൃക്ഷം പറഞ്ഞു, നമ്മളിങ്ങനെ നിൽക്കുന്നു, വർഷങ്ങളായിട്ട് നിൽക്കുന്നു, ഓക്കെ ശരിയാണ്, പക്ഷെ എന്തെങ്കിലും നമ്മളെ മുറിക്കും, ആരെങ്കിലും വന്ന് നമ്മളെ കട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിരിക്കുമല്ലോ. എനിക്ക് അങ്ങനെയാണെങ്കിൽ എൻ്റെ ആഗ്രഹം ഒരു തൊട്ടില ആകണമെന്നാണ്. ഒരു നവാഗത ശിശുവിൻ്റെ രോദനവും അതിൻ്റെ പുഞ്ചിരിയും ഒക്കെ കാണാൻ അവസരം കിട്ടുന്ന വിധത്തിൽ ഒരു തൊട്ടിലായാൽ കൊള്ളാം എന്നെനിക്കുണ്ട്. മറ്റേ പക്ഷം പറഞ്ഞു, എനിക്കൊരു വാണിജ്യ കപ്പലായാൽ കൊള്ളാം.
അതിൽ നിറയെ രത്നങ്ങളും വൈഡൂര്യങ്ങളും മരതകങ്ങളും ഇന്ദ്രനീലങ്ങളും ഒക്കെ കൊണ്ടുപോകുന്ന വാണിജ്യ കപ്പലായാൽ കൊള്ളാം. മൂന്നാമത്തെ വൃക്ഷമൊന്നും മിണ്ടിയില്ല. ഈ 2 വൃക്ഷങ്ങൾ കൂടെ ചോദിച്ചു, നിനക്കൊന്നും ആഗ്രഹമില്ലേ? അത് പറഞ്ഞു, ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും ആയാൽ കൊള്ളാം. അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു തീർന്നില്ല. മല കയറി അവർ വന്നു, വാളും മഴുവും ഒക്കെ ആയിട്ട് അവർ വന്നു. 3 മുറിച്ചു കൊണ്ടുപോയി. അവരുടെ ആഗ്രഹം പോലെ അല്ല ചെയ്തത്. ആദ്യത്തെ വൃക്ഷത്തെ അവരൊരു തൊഴുത്ത് കെട്ടി. 2ാമത്തെ വൃക്ഷം കൊണ്ട് ഒരു മീൻവഞ്ചി ഉണ്ടാക്കി. 3ാമത്തെ വൃക്ഷം കൊണ്ട് കഴുവര ഉണ്ടാക്കി. എല്ലാ പ്രതീക്ഷകളും തകർന്ന് നിൽക്കുമ്പോൾ ആ തൊഴുത്തായ വൃക്ഷമല്ലേ, അതിലേക്ക് ഒരു രാത്രിയിൽ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയും തൊഴിലാളിയായ അവരുടെ ഭർത്താവും കൂടെ വരുന്നു. അവിടെ വെച്ച് പ്രസവിക്കുന്നു. ആ കുഞ്ഞിനെ കാണാൻ മാലാഖമാരെത്തുന്നു. ആ വൃക്ഷം സ്വയം പറഞ്ഞു, ഞാൻ എന്തൊക്കെയാണ് ഈ കാണുന്നത്? മാലാഖമാർ, കൊച്ചുകുഞ്ഞിന്റെ രോദനം, എന്റെ ജന്മസഫലമായി. 2ാമത്തെ വൃക്ഷം മീൻവഞ്ചിയായ വൃക്ഷം അങ്ങനെ മീൻവഞ്ചിയായിട്ട് തകർന്നു നിൽക്കുമ്പോഴുണ്ട് ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് നടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ വഞ്ചി അങ്ങോട്ട് കരയിലോട്ട് നീക്കി നിർത്താമോ? അവിടെ കണ്ടില്ലേ ഒരു ജനാരവം, അവിടെ കണ്ടില്ലേ ഒരു ആൾക്കൂട്ടം, അവരോട് കുറച്ച് സുവിശേഷം സംസാരിക്കാനാണ്. അദ്ദേഹം സുവിശേഷ പ്രസംഗം തുടങ്ങി. സാഹിത്യത്തെക്കുറിച്ച്, ജീവിതത്തിന്റെ ആത്യന്തികമായ നേട്ടത്തെക്കുറിച്ച്, ഉത്കർഷത്തെക്കുറിച്ച് സുവിശേഷ പ്രസംഗം. ഈ വൃക്ഷം വിചാരിക്കുകയാണ്, ഇതിൽ പരം രത്നങ്ങളുണ്ടോ? വാക്കുകൾ കൊണ്ടുള്ള ഇന്ദ്രജാലവും ഇന്ദ്രനീലങ്ങളും സമ്മാനിക്കുന്ന ഈ പ്രഭാഷണം എന്റെ ഈ കേവുവഞ്ചിയിൽ നടക്കുമ്പോൾ എന്റെ ജീവിതം സഫലമായില്ലേ? കഴുമരത്തിന്റെ അടുത്തേക്ക് ഒരു വെള്ളിയാഴ്ച ദിവസം 33 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന കഴുമരത്തിൽ തൂക്കിക്കൊല്ലുമ്പോൾ ലോകാവസാനം വരെയുള്ള പ്രതീക്ഷയുടെ ശാശ്വത സ്മാരകമായ കഴുകുമരം മാറുമ്പോൾ 3ാമത്തെ വൃക്ഷവും സഫലമാകുന്നു. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നന്മയുണ്ടെങ്കിൽ, ജീവിതത്തിൽ സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും പാരസ്പര്യത്തിന്റെയും കാരുണ്യത്തിന്റെയും അനുകമ്പയുടെയും കിരണങ്ങൾ പ്രകാശിപ്പിക്കുന്നുവെങ്കിൽ ലയൺസ് ക്ലബിൽ ഉള്ള പ്രവർത്തനം പോലെ നമുക്ക് വരുന്ന തിന്മകളെല്ലാം പരിവർത്തനപ്പെടുത്തി അത് നന്മകളാക്കി മാറ്റാൻ സാധിക്കും എന്ന സന്ദേശം ക്രിസ്മസിന്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് പറയുന്നു. ഇനി ന്യൂ ഇയറിന് ഒരു ചെറുപ്പക്കാരൻ ഒരു പാവപ്പെട്ട ഗ്രാമത്തിലെ തുന്നൽക്കടയിൽ ചെന്നിട്ട് ഒരു പട്ടുകുപ്പായം കൊടുത്തിട്ട് പറഞ്ഞു, ഇതിലിത് ഈ ഭാഗത്തൊരു ചെറിയ കീറലുണ്ടെന്ന് തുന്നിത്തരാം, ഇന്ന് വൈകിട്ടൊരു പാർട്ടിയുണ്ട്, സെലിബ്രേഷൻ ഉണ്ട്, അതിന് പോകാനാണ്. കണ്ണാടി വെച്ച അല്പം കൂനുള്ള വൃദ്ധനായ മനുഷ്യൻ ഇയാൾ തിരിച്ചു വരുമ്പോൾ സ്വർണ്ണ നൂലുകൊണ്ട്, പൊന്നിൻ നൂലുകൊണ്ട് അത് കുത്തിക്കെട്ടി മനോഹരമാക്കി വെച്ചിരിക്കുന്നു. അതൊരു കീറൽ അടിച്ചതുപോലെയല്ല, അതൊരു പുതിയ ചിഹ്നമായി, പുതിയൊരു അലങ്കാര വേലയായി, ഒരു ചിത്രകല പോലെ അദ്ദേഹം തുന്നി വെച്ചിരിക്കുന്നു. പയ്യൻ അന്തപ്പെട്ടു പോയി. അയാൾ ചോദിച്ചു, ഇത്രയും വലിയ നൂലൊക്കെ, ഇത്രയും വിലപിടിപ്പുള്ള നൂല്, സ്വർണ്ണ നൂലുകൊണ്ട്? അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ കുപ്പായമല്ലേ, അത് സ്വർണ്ണ നൂല് കൊണ്ട് തന്നെ ചെയ്യണം. പുതിയ വർഷത്തിൽ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ പരിക്കുകളും കഴിഞ്ഞ വർഷത്തെ പ്രയാസങ്ങളും നമ്മളുടെ നിരാശകളും അല്ല, ആ നിരാശകളെ സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും സേവനത്തിന്റെയും സ്വർണ്ണ നൂല് കൊണ്ട് അലങ്കരിക്കുമ്പോൾ ജീവിതം സുന്ദരവും സഫലവുമാവും. ആ സന്ദേശവും കൈമാറുന്നു. അപ്പോൾ ഈ മൺകുടത്തിന് പകരം പൊൻകുടം ദൈവം തരും എന്നുള്ളതാണ്. പണ്ട് ഒരു പെൺകുട്ടി ഒരു കല്യാണാലോചന തെറ്റിപ്പോയി. നമുക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു, നല്ല ഒരു മീഡിയം പൊക്കമുള്ള ഒരു 200 ഉള്ള ഒരു ചെറുപ്പക്കാരുടെ ആലോചന തെറ്റിപ്പോയി. ജാതക കൈമാറ്റമൊക്കെ കഴിഞ്ഞ് എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം തെറ്റിപ്പോയി. ഭയങ്കര നിരാശയായിപ്പോയി. അവൾ ഓടിപ്പോയി രാമായണമാണോ ഏതോ എടുത്ത് മറിച്ച് 70 പേജ് മറിച്ച് പിന്നെ 7 വരി നീക്കി പിന്നെ 7 അക്ഷരം നീക്കി നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്നു, മൺകുടം പോയെന്നാൽ പൊൻകുടം തന്നിടും. പിന്നെ വന്നത് 6.25 അടി പൊക്കവും നല്ല വെളുത്ത നിറവും. ആരെപ്പോലെ ഇരിക്കുമെന്ന് ഞാൻ പറയണ്ടില്ല, എനിക്ക് 6.25 അടി. അപ്പോ അങ്ങനെ മൺകുടത്തിന് പകരം പൊൻകുടം തരുന്ന ആളാണ് ദൈവം. പക്ഷെ ദൈവത്തിന്റെ പൊന്നങ്ങോട്ട് പോയെന്നുള്ള അത് വേറെ കാര്യം. അപ്പൊ
അപ്പോ അങ്ങനെയുള്ള പ്രത്യാശയുടെ നിത്യസുലഭലമായ ഒരു പ്രതീക്ഷ അതിൽ സമ്മാനിക്കുന്ന ഏറ്റവും നല്ല മോഹനമായ ദിവസങ്ങളാകട്ടെ ഈ വർഷം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.